ആധുനിക ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ സവിശേഷമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായി 1967 ജൂൺ 5 മുതൽ 10 വരെ നടന്ന 6-ദിന യുദ്ധം അഥവാ മൂന്നാം അറബ് ഇസ്രായേൽ യുദ്ധം. മധ്യപൂർവ്വ ദേശത്തെ ഒരു പ്രബല രാജ്യമായ ഈജിപ്തും അവരോട് സൈനിക സഖ്യമുള്ള ഈ മേഖലയിലെ സിറിയ, ഇറാഖ്, ജോർദാൻ, ലബനൻ എന്നീ അറബ് രാജ്യങ്ങളും ഒത്തുചേർന്ന് തങ്ങളുടെ ശത്രുവായ ഇസ്രായേലുമായി ഏർപ്പെട്ട ഈ യുദ്ധം അന്ന് വരെയുള്ള പശ്ചിമ ഏഷ്യയുടെ സൈനിക ബലാബലത്തെ തന്നെ തിരുത്തിയെഴുതിയ യുദ്ധമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കിഴക്കേ മെഡിറ്ററേനിയൻ തിയേറ്ററിൽ ഇസ്രായേലിന്റെ സൈനിക അപ്രമാദിത്വത്തെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ഈ യുദ്ധം എല്ലാ അർത്ഥത്തിലും സ്വന്തം ശത്രുക്കളോടുള്ള ടെൽ അവീവിന്റെ ഒരു ശാക്തിക പ്രകടനം കൂടിയായാണ് അക്കാലത്ത് കണക്കാക്കപ്പെട്ടത്. എന്നാൽ എതിരാളികളുടെ കടുത്ത പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുകൂടി തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ച ഈ 6-ദിന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ എടുത്തു ചാടിയത് അവരുടെ മൊത്തം സമ്പത്ത് വ്യവസ്ഥയെയും സ്തംഭിപ്പിച്ചു കളയുന്ന വിധത്തിൽ വൈരികൾ നടത്തിയ ഒരു ഉപരോധം മൂലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ രാജ്യത്തിലെ ഒരു സുപ്രധാന തുറമുഖമായ ഐലാത്ത് സ്ഥിതി ചെയ്യുന്നതും ഈജിപ്ത്, ഇസ്രായേൽ, സൗദി, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് സമുദ്ര അതിർത്തിയുള്ളതുമായ അക്കോബ ഉൾക്കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ടെറൻ കടലിടുക്കിനെ 1967 മെയ് 23 കെയ്റോ അടച്ചിട്ടതുകൊണ്ടായിരുന്നു ഇത്. ആഫ്രിക്കയും ഗൾഫുമായും ദക്ഷിണ ഏഷ്യ, ദക്ഷിണ പൂർവേഷ്യ എന്നീ ഭാഗങ്ങളുമായും ഇസ്രായേലിനുള്ള ഏക നാവിക ബന്ധത്തെ ഇല്ലാതാക്കിയ ഈജിപ്തിന്റെ ഈ നടപടി അക്കാലത്ത് പേർഷ്യൻ ഗൾഫിലെ ഇസ്രായേലിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ പോലും തീർത്തും അനിശ്ചിതത്തിലാക്കിയിരുന്നു. ടെൽ അവീവിന്റെ ക്രൂഡോയിൽ ആവശ്യത്തിന്റെ 97% കൈകാര്യം ചെയ്തിരുന്ന ഐലാത്ത് പോർട്ടിനെ ഈജിപ്തിന്റെ ഈ നാവിക ഉപരോധം ബാധിച്ചതോടെ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് ഇസ്രായേലിൽ സംജാതമായത്. തന്മൂലം ജൂതരാജ്യത്തിന്റെ സാമ്പത്തിക നില ഒരു വൻ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ടെറൻ കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്ന് ഇസ്രായേലിന്റെ രാഷ്ട്രീയ, സൈനിക നേതൃത്വങ്ങൾ തദവസരത്തിൽ ഒരു തീരുമാനമെടുത്തു. തൽഫലമായി ഈ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിനു വേണ്ടി 1967 ജൂൺ 5 ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലബനോൺ എന്നീ രാജ്യങ്ങൾക്കുമേൽ വലിയൊരു മിന്നലാക്രമണം നടത്തിക്കൊണ്ട് സംഭവബഹുലമായ 6-ദിന യുദ്ധത്തിനു ഇസ്രായേൽ തുടക്കമിട്ടു. രക്തരൂക്ഷിതമായ ഈ യുദ്ധാന്ത്യത്തിൽ ഈജിപ്തിന്റെ സിനായ് ഉപദ്വീപ് പിടിച്ചെടുത്ത ഇസ്രായേൽ ടെറൻ കടലിടുക്കിനു മേൽ നാവിക ഉപരോധം നടപ്പാക്കാൻ കെയ്റോ ഉപയോഗിച്ചിരുന്ന ഷെരം അൽ ഷെയ്ഖ് സേനാ താവളം കൈവശപ്പെടുത്തുകയും തങ്ങളുടെ നാവികസേനയെ ഉപയോഗിച്ച് പ്രസ്തുത ഉപരോധത്തെ അവസാനിപ്പിക്കുകയും ചെയ്തു. തന്മൂലം ഭാവിയിൽ സ്വന്തം നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമായിരുന്ന വലിയൊരു ഭീഷണിയാണ് 6-ദിന യുദ്ധം നടത്തുകയെന്ന സാഹസിക നിശ്ചയത്തിലൂടെ ഇസ്രായേൽ ഒഴിവാക്കിയത്.